സാംസ് 95, സങ്കീർത്തനം 95. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടും ഈ ഒരു സങ്കീർത്തനം എടുക്കുക എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. ഓരോ സങ്കീർത്തനത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പക്ഷെ ചിലർക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം അത് എടുപ്പിക്കും. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയെ അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്ത്. അവിടെ വെച്ച് നിർത്താം. ഈ 95-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഈ ആരാ എഴുതിയിട്ടൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ 95-ാം സങ്കീർത്തനത്തിൽ ഒരു വിളിയാണ് ദൈവത്തിൻ്റെ. അതായത് പിതാവാം ദൈവം നമ്മളെ വിളിച്ചു മാറ്റും. വരുവീൻ, നമ്മളെ ഒരാൾ വിളിച്ചു വരും. നമ്മളിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാ നമുക്കൊന്നിച്ച് പോകാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ഷീണം മാറി. വീട്ടിലൊന്നും പുറത്തിറങ്ങാത്ത ചില വ്യക്തികളുണ്ട്. നമ്മളിന്ന് വാ ഞാൻ അങ്ങോട്ട് പോകാം, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ത് വരും. നമ്മൾ പുറത്ത് പോയി സന്തോഷിച്ച് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകുന്നത് നല്ലതാണ്. എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരോട് നമ്മൾ മക്കൾ കൊണ്ടുപോകണം, അല്ലെ വേറൊരാൾ പിന്നെ പിടിച്ചുകൊണ്ട് പോകണം, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. പിന്നെ നമുക്കിവിടെയൊക്കെ അങ്ങനെ പോയിരിക്കാനുള്ള സ്ഥലങ്ങൾ കുറവാണ്. ഇപ്പം തിരുവല്ലായി തന്നെ അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം എവിടെയാണെന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊന്നും കാണുന്നില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ തമിഴ്നാട്ടിൽ സ്ഥലമുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ പോകും. അതൊരു റിട്രീറ്റിന് പോകുന്ന ഫീലിംഗാണ്. അവിടെ വരെ പോയി കാര്യമായിട്ടൊന്നും ചെയ്യത്തില്ലെങ്കിലും അവിടെ എല്ലാം പോയി ആ സ്ഥലത്ത് നമുക്കുള്ള സ്ഥലത്ത് കയറി ഇറങ്ങി ഒന്ന് നടന്ന് എല്ലായിടും നിറഞ്ഞു വെച്ച് ആ സ്ഥലം ദൈവത്തിൻ്റെയാണെന്ന് പറഞ്ഞു വെച്ച് തിരിച്ചു വരിക. അതൊരു വലിയ സന്തോഷമാണ്. എന്ന് ഈ വീട്ടിനകത്തിരിക്കാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഈ റിവർ സൈഡൊക്കെ കാണും, അല്ലെങ്കിൽ ഇവിടുത്തെ പാർക്കുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത പാർക്കാണ്. എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കാൻ നമ്മളെ ആരെങ്കിലും ഒന്ന് വിളിച്ചു മാറ്റിയ നല്ല കാര്യം. അതൊന്ന് ചെയ്യാൻ പ്രായമുള്ളവർക്ക് ഒരു കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. നമ്മളോട് കർത്താവ് ഇപ്പം പിതാവാം ദൈവം വിളിക്കും. വരുവീൻ എന്തിനാ വിളിച്ചു മാറ്റുന്നതെന്നറിയാമോ? ദൈവത്തിന് നമ്മളെ വിളിക്കുന്നത് യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. എത്ര നാളായി ഒന്ന് ഉല്ലസിച്ച് ഘോഷിക്കുക. ആരെ? യഹോവയ്ക്ക് ഉല്ലസിക്കണം. എൻ്റെ ഉല്ലാസവും ഘോഷവും അവനിലാകണം. ആ ഒരു പോയിൻ്റ് ഇത് ഞാൻ കാണാതെ പഠിച്ച കുറേ ദിവസമായിട്ട് കർത്താവ് അടുപ്പിച്ച് പഠിപ്പിക്കുന്നതാണ്. ഈ ഉല്ലസിച്ചിട്ട് ഘോഷിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം എത്ര പേർക്കുണ്ട്? ദൈവത്തെ ഒന്ന് ഘോഷിക്കാൻ എന്തൊക്കെ ഉണ്ട്. ഉറക്കെ ചിരിച്ചാൽ പ്രശ്നമാണ്. കൂടുതലായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്ത് പോയെങ്കിൽ അതിന് വേറെ മീനിങ്ങാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്തടത്ത് എങ്ങാനും പോയിപ്പോയെങ്കിൽ അത് പ്രശ്നമാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ ഇത് നമുക്ക് ഓരോന്നിനും ഒരു കെട്ടും ബന്ധനവും കെട്ടി വെച്ചിരിക്കും. ഒന്നിനും സ്വാതന്ത്ര്യമില്ല. അത് നമ്മുടെ ദേശത്താണ് ഏറ്റവും കൂടുതൽ. പക്ഷേ കർത്താവ് വിളിച്ചു മാറ്റുന്നത് എന്തിനാന്ന്? വരുവീൻ. എന്തിനു വരാനാണ് വിളിച്ചത്? യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. 2 പ്രാവശ്യം ഘോഷിക്കുക, ഉല്ലസിക്കുക, ആർപ്പിടുക. ഇതെല്ലാം എന്തുവാ? ശബ്ദവും ബഹളവും ഉള്ളതല്ലേ? ദൈവത്തിന് മുമ്പിൽ നമ്മൾ ആത്മാവിൽ ആർപ്പിട്ട് സന്തോഷിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണെന്നല്ലേ ദൈവം പറയുന്നത്? കർത്താവിൻ്റെ വേദന, അതായത് എൻ്റെ മക്കളും കൊച്ചുമക്കളും അവർ ഒന്നിച്ച് ഇതിലെ ഓടി നടന്ന് സന്തോഷിച്ച് ഭക്ഷണം കഴിച്ച് ചിരിച്ചു പോയാൽ ഒരു പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ സന്തോഷമാണ്. അങ്ങനെ എല്ലാ ദിവസവും നമ്മളെ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നും ഈ പരാതിയും ദുഃഖവും വേദനയും പറഞ്ഞ് അതിനുള്ള വചനങ്ങളും കേട്ട് നമ്മൾ വീണ്ടും കുഴി തോണ്ടി 2 പാപം നിങ്ങൾ ചെയ്യുന്നെന്ന് ജെറമ്യായി പറയുന്നുണ്ട്. ജെറമ്യാ 2-ലാന്ന് തോന്നുന്നു. ജെറമ്യായി പറയുന്നു നിങ്ങൾ 2 പാപം ചെയ്യുന്നു. എന്ത് കർത്താവ് പറയുകയാണ്? നമുക്ക് സന്തോഷം ഇല്ലെന്നേ. വിശ്വാസികൾക്ക് നമ്മളെ കണ്ടാൽ, നമ്മളെ വചനം കേൾക്കാൻ പോയിരിക്കുകയാണെങ്കിൽ എപ്പോഴും സങ്കടമാണ്. എന്താണ്? സന്തോഷത്തോടെ ആരെങ്കിലും വചനം പറഞ്ഞാലല്ലേ, ആരെങ്കിലും ഒന്ന് ചിരിക്കാൻ പറഞ്ഞെങ്കിലല്ലേ നമ്മളും ചിരിക്കത്തുള്ളൂ. ചിരിച്ചു പോയെങ്കിൽ പ്രശ്നമാണ്. കൂടുതൽ ചിരിച്ചാൽ പ്രശ്നം, അല്പം ഒന്ന് മിണ്ടിയാൽ പ്രശ്നം, മിണ്ടിയില്ലേ പ്രശ്നം. എന്താണ്? എക്കത്തിനും ദുഷ്ട കണ്ണുകൊണ്ട് നോക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ യെരമ്യായിൽ 1:13 പറയുന്നു, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറ്റുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. വചനമായി വായിച്ചത്.
രണ്ട് ദോഷം. ഒന്ന്, ജീവനുള്ള ദൈവത്തെ മറന്നു, ജീവജലത്തിൻ്റെ ഉറവയാകുന്ന ദൈവത്തെ അങ്ങ് മറന്നുപോയി. രണ്ട്, വെള്ളമില്ലാത്ത കിണർ, പൊട്ടക്കിണർ, കുഴിയോട് കുഴിയാ. എവിടെ പരിശുദ്ധാത്മാവില്ലയോ അവിടെ നിയമങ്ങൾ കൂടുതൽ വരും. അങ്ങോട്ട് നോക്കി പോയേക്കരുത്, ഈ സൈഡിലോട്ട് തിരിഞ്ഞു പോയേക്കല്ലേ, അവിടെ പോയാൽ കുഴപ്പമാണ്, ഇവിടെ എന്ത് നിയമം? നമ്മളിൽ ഉള്ളിലൊരു പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ ദൈവത്തിന് അറിയത്തില്ലേ? ഇക്കത്തിനൊരു ക്രമം വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അമിതമായ നിബന്ധനകൾ കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ പരിശുദ്ധാത്മാവ് അല്ല ഭരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ചന്തവും ഓർഡറും ഉണ്ടെന്ന് വചനം പറയുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പാട്ടും പ്രാർത്ഥനയും ചിലയിടത്ത് കണ്ടാൽ തോന്നിക്കും പരിശുദ്ധാത്മാവിൻ്റെ അല്ലെന്ന്. അതല്ല ഞാൻ പറയുന്നത്. സ്വന്തം ജീവിതത്തിൽ നമുക്കൊരു സന്തോഷമുണ്ട്. എൻ്റെ കുടുംബത്തിലെ ദൈവത്തെ ഘോഷിച്ച സമയം എപ്പോഴാണ്? ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഇടയ്ക്കിടയ്ക്ക്, അവരിപ്പോൾ ഓസ്ട്രേലിയ, അവർ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്നുണ്ട്. അവരുടെ വല്യമ്മച്ച് താമസിച്ചിരുന്ന കാലത്ത് എല്ലാ മക്കളെയും ക്രിസ്മസ് ആകുമ്പം അവരവരുടെ വീട്ടിൽ വിളിച്ചു വരുത്തും പ്രാർത്ഥിക്കാനെന്നും പറയും. അതുപോലെ തന്നെ ജാനുവരി 1 ആകുമ്പോഴത്തേക്ക് ആ ഫസ്റ്റ് വീക്കിൽ ചില കുടുംബങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടും പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് കൂടുന്നെങ്കിൽ കല്യാണത്തിന് ചിലപ്പോൾ ഒന്ന് കൂടുന്ന കാണാം, പിന്നെ മരണത്തിന്, പിന്നെ മരിച്ചവരുടെ ഓർമ്മ, പിന്നെ മാമോദിസ അല്ലെ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ മനുഷ്യനല്ലാതെ ഒന്ന് കൂടിയിരുന്ന് സന്തോഷിക്കുന്നത് കുറവാണ്. ഞാൻ ഈ കത്തോലിക്കരുടെ കുടുംബത്തിലേക്ക് ചെല്ലാമെങ്കിൽ അവർക്ക് പിന്നെ 5-8 പിള്ളേരുണ്ട്, 10 പേരെങ്കിലും കാണും. അവരെല്ലാം നല്ല നിലയിലും ആയിരിക്കും. അവർ പ്രാർത്ഥിച്ചു നോക്കും. ഒരപ്പൻ്റെയോ ആരുടെയോ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടും. അതൊരു സന്തോഷം. നമുക്കങ്ങനെ ഉണ്ടോ? ദൈവം വിളിച്ചു കൂട്ടുക. നിങ്ങളൊരു റീസൺ പറഞ്ഞെങ്കിൽ എൻ്റെ നാമത്തിൽ കടന്നുകൂടി സന്തോഷിക്കുവീൻ, വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക്, ഇവനും എൻ്റെ പാറയാണെന്ന് പറയാം, പാറയ്ക്ക് ആർപ്പിടുക, സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനത്തോടെ അവന് ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. 2 പ്രാവശ്യം മഹാ പറഞ്ഞു. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ അവനുള്ളത്, സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. എനിക്കൊന്ന് 34-ാം സങ്കീർത്തനം ഇങ്ങനെ തന്നെയാണ്, ഏകദേശം ഇതേ സ്റ്റൈലിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എന്നോട് 95 എടുക്കാനാണ് ദൈവം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 34-ലൊന്ന് വായിച്ചു നോക്കാം. ഞാൻ യഹോവയെ എക്കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കണ്ട് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവനെനിക്ക് ഉത്തരമരുളി. അവൻ എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അതായത് അബീമേലെക്കിൻ്റെ മുമ്പിൽ ദാവീദ് ബുദ്ധിഭ്രമം കാണിച്ചിട്ട് രക്ഷപ്പെട്ടപ്പോൾ എഴുതിയതാണ് അത്. അപ്പോൾ ഏറ്റവും കഷ്ടമുള്ള സമയത്തിൽ ദൈവം വിളിച്ചു പറയുക, നീ എൻ്റെ അടുക്ക വന്ന് സന്തോഷിക്കുക, ആർപ്പിട്, എന്നെ സ്തുതിക്ക്, സ്തോത്രത്തോടെ കടന്നു വരിക, സങ്കീർത്തനത്തോടെ നീ എൻ്റെ സ്തോത്രത്തോടും സങ്കീർത്തനങ്ങളോട് എന്നെ ഘോഷിക്കുക. അപ്പോൾ ഈ ഘോഷവും ആരവവും ഒക്കെ ദൈവത്തിനുണ്ട്. ഉറക്കെ ഒന്ന് ചിരിച്ച കാലം, നമ്മുടെ പുരുഷന്മാർ ഉറക്കെ ചിരിച്ച കാലം ഞാൻ മറന്നുപോയി. വളരെ സങ്കടമാണ്. വളരെ സങ്കടമായ അവസ്ഥയിൽ ദൈവം വിളിച്ചു മാറ്റുക. വീണ്ടും വീണ്ടും കർത്താവ് പറയുന്നത് 95 തന്നെ അടുത്ത വാക്യത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കേ, നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്ത്, വേറെങ്ങും പോകരുത്. ദൈവസന്നിധിയിൽ നീ മുട്ടുകുത്തിയോ, നിനക്ക് വേറെങ്ങും മുട്ടുകുത്തേണ്ട ആവശ്യം വരത്തില്ല. ആരാ പഠിപ്പിക്കേണ്ടത്? നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഓരോരുത്തരോട് പറയുമ്പോൾ, മക്കളോടൊക്കെ പറയുമ്പോൾ, നീ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കാര്യം നേടാൻ വേണ്ടി മാത്രം കാണുന്ന ഒരു ദൈവത്തെ വിളിയാണെങ്കിൽ അത് സ്വാർത്ഥമായ വിളിയല്ലേ? ദൈവം എന്ത് ചെയ്തെന്ന്, അതായത് ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കി വെച്ച് അതേന്ന് തുടങ്ങണം പ്രാർത്ഥന, ഇല്ലേ? അതുകൊണ്ട് സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി യാഗമായിട്ട് തന്ന് എൻ്റെ പാപത്തിൻ്റെയും എൻ്റെ രോഗത്തിൻ്റെയും എൻ്റെ ശാപത്തെയും മരണത്തെയും മാറ്റിത്തന്നവന് ഇനി എന്താണ് എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്? ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാനിട്ടിരിക്കുക, അല്ലാതെ കർത്താവിന് ചെയ്യാനുള്ളത്. കർത്താവ് പൂർത്തിയാക്കിയ ജോലിയാണ്. ഇതൊക്കെ ആത്മാവുള്ളവരോട് പറയുന്നു, ചെവിയുള്ളവർ കേൾക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വരുവീൻ, നമുക്ക് യഹോവയ്ക്ക്, കർത്താവെ ഘോഷിച്ചുല്ലസിക്കാൻ നീ വിളിച്ചു മാറുക. പാറയാകുന്ന എൻ്റെ രക്ഷയുടെ പാറയിലേക്ക് ഞാൻ
ആർപ്പിട്ട് കടന്നു വരാൻ നീ വിളിക്കുക. സ്തോത്രത്തോടെ നിൻ്റെ അടുക്കിലേക്ക് വരാൻ നീ വിളിച്ചു മാറ്റുക. സങ്കീർത്തനങ്ങളോടെ നിന്നെ ഘോഷിക്കാൻ നീ പറയുകയാണ്. ആരാണ് നീ? മഹാദൈവം. ഈ മഹാദൈവം സകല ദേവന്മാരെക്കാട്ടിലും മഹാരാജാവാകുന്നു. കർത്താവേ, സകലതും ഭൂമിയിലുള്ള സകലതും നിൻ്റേതാ കർത്താവേ. ഭൂമിയുടെ കർത്താവേ, അതോ ഭാഗങ്ങൾ നിൻ്റേത്, സമുദ്രത്തിൻ്റെ ശിഖരം നിൻ്റേത്, പിന്നെ പർവ്വതങ്ങൾ നിൻ്റേത്, പിന്നെ കർത്താവേ സമുദ്രം മണൽ തരികൾ നിൻ്റെ വിരൽ കൊണ്ട് നീ മെനഞ്ഞതാണെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ എങ്ങനെ നിന്നെ നമസ്കരിക്കാതിരിക്കും? എല്ലാം മറന്ന് നമ്മൾ ചവിട്ടുന്ന ഭൂമി പോലും ദൈവത്തിൻ്റെ ആണെന്ന് മറക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കും തലമുറകൾക്കും ഉണ്ടാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി നീ ഞങ്ങൾക്ക് തന്നതാണ്. ഇവിടെ നിൻ്റെ നാമത്തിൽ ഒരു ആർപ്പിടൽ, ഒരു സന്തോഷം ഉണ്ടാകണം കർത്താവേ, ഉണ്ടായേ പറ്റൂ. ഇസ്രായേൽ ജനതയിൽ നിന്ന് ഇസ്രായേൽ ജനത ചെങ്കടൽ മുറിച്ച് അപ്പുറത്ത് കടന്നു കഴിഞ്ഞപ്പോൾ ശത്രുവിനെ വെള്ളത്തിനടിയിലാക്കി കഴിഞ്ഞു. മിറിയം തപ്പോടും കിന്നരത്തോടും കൂടെ ദൈവത്തെ സ്തുതിച്ചു, ഡാൻസ് ചെയ്തെന്ന് പറയുന്നു. ഇന്നും മിറിയത്തെ ഓർക്കുമ്പോൾ മിറിയത്തിൻ്റെ ഡാൻസാണ് നമ്മൾ ഓർക്കുന്നത്. എന്താ അത്ര വലിയ ശത്രുവിൻ്റെ കയ്യിൽ നിന്നാണ് രക്ഷിച്ചത്. അങ്ങനെ ഇന്നും നമ്മളെ രക്ഷിച്ച് നിർത്തുന്ന ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം പണി. വരുവീൻ, ഈ മഹോന്നതനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സംഗീതത്തോടെ അവൻ്റെ അടുക്കൽ വരാം. കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ച തലമുറകളിലേക്ക് ഈ ആത്മാവിൻ്റെ ശക്തി പകർന്നേ പറ്റും. ഈ ജീവനദി ഒഴുകണം താഴോട്ടപ്പിച്ച, ഒഴുകിയേ പറ്റൂ കർത്താവേ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.